ഹായ് ഓൾ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വാട്സപ്പ് ബാൻ ആകുന്നു. പല ആളുകൾക്കും ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വാട്സപ്പ് ബാനായി പോകുന്നു, അല്ലെങ്കിൽ സസ്പെൻഡ് ആകുന്നു. ഒരു ദിവസം രാത്രി ഫോൺ വെച്ചിട്ട് കിടക്കുന്നു, രാവിലെ എണീറ്റ് നോക്കുമ്പോഴത്തേക്കും വാട്സപ്പ് ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണത്. കാരണം എനിക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാനൊരു പ്രൊമോഷൻ ചെയ്തു, അതായത് വലിയൊരു പേയ്മെൻറ്റൊക്കെ കൊടുത്ത് പ്രൊമോഷൻ ചെയ്തു. അത്യാവശ്യം ലീഡ്സ് നല്ല രീതിയിൽ വരാൻ തുടങ്ങി. ഒരു 10-200 മുകളിൽ ലീഡ്സ് ആ ഒരു സമയം കൊണ്ട് തന്നെ, രാത്രി ഒരു 7 മണിക്ക് ചെയ്തതാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ലീഡ്സ് വന്നു. ഞാൻ ഫോൺ വെച്ചിട്ട് നാളത്തേക്ക് നോക്കാമെന്നുള്ള സ്കീമിൽ ഫോൺ വെച്ചിട്ട് കിടന്നു. രാവിലെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും വാട്സപ്പ് അനങ്ങുന്നില്ല. വല്ലാത്തൊരു മെൻ്റലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലോട്ട് പോയി. കാരണം അത്രയും ലീഡ്സ് ജനറേറ്റ് ചെയ്തു, നമ്മൾ കുറേ പൈസ അത്രയും പോവുകയും ചെയ്തു. ഈ വന്ന ലീഡ്സിൻ്റെ ഒന്നും നമ്പർ കണക്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അത്രയും ലീഡ്സ് വേസ്റ്റ് ആയിപ്പോയി, അത്രയും പൈസയും വേസ്റ്റ് ആയിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. സോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഇങ്ങനെ വാട്സപ്പ് ബാനായി പോകാനുള്ള റീസൺ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വാട്സപ്പ് ബാൻ ആകാനുള്ള ഒന്നാമത്തെ കാരണമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ വാട്സപ്പിന് കുറേ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതായത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്, അവരുടെ ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്ത് മാത്രമേ അത് യൂസ് ചെയ്യുന്ന ആളുകൾ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അല്ലാതെ അത് വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്തായാലും അവർ അതിനെതിരെ ആക്ഷൻ എടുക്കും, അല്ലേ? അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതും വയലേഷൻ ഓഫ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ആണ്. ഇപ്പോൾ മിസ്ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ഹാംഫുൾ കണ്ടൻറ്റ്, അതും അല്ലെങ്കിൽ ഓവർലി പ്രൊമോഷണലായിട്ടുള്ള കണ്ടൻറ്റുകൾ ഷെയർ ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ പ്രോസ്പെക്ട്സിനെ കുറച്ചുകൂടെ കൺവിൻസിങ് ആക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് കുറച്ചുകൂടെ ഇതിനകത്തൊരു ട്രസ്റ്റ് വരുത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത കുറേ പ്രൊമോഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. കുറേ അധികം ആവശ്യമില്ലാത്ത തെറ്റായ കുറേ കണ്ടൻറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഫോർ അവർ ബിസിനസ്സിൽ ഒരു സമയത്ത് പല ആളുകളും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഒബാമ ഫോർ അവറിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർ അവറിൻ്റെ സർട്ടിഫിക്കറ്റ് പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. അത് പക്കാ ഫേക്കാണ്. അത് ആരൊക്കെയോ ചുമ്മാ ക്രിയേറ്റ് ചെയ്ത ഒരു ഫണ്ണായിട്ട് ക്രിയേറ്റ് ചെയ്ത് എന്തോ ആണ്. പക്ഷേ പല ആൾക്കാരും അതെന്ത് ചെയ്തു, സത്യമാണെന്ന് വിശ്വസിച്ചിട്ട് അതിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾക്ക് ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവരുടെ വാട്സപ്പ് പോവുകയും അവരുടെ കോൺടാക്ട്സ് ഒക്കെ കുറേ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കണ്ടൻറ്റുകൾ നമ്മൾ പ്രോസ്പെക്ട്സിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്ന ചുമ്മാ ചെറപറാന്ന് കുറേ കണ്ടൻറ്റുകൾ, ആവശ്യമില്ലാത്ത കുറേ വീഡിയോസും അതും ഇതെല്ലാം കൂടി അയച്ചു കൊടുത്ത് പ്രോസ്പെക്ട്സിന് അയച്ചു കൊടുക്കും. അപ്പം ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാതായിരിക്കും ഇവർ അയച്ചു കൊടുക്കുന്നത്. ഇവർ കണ്ടപ്പോഴത്തേക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അടിപൊളിയായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇത് സത്യമാണോ ശരിയാണോ എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും അയച്ചു കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ അയച്ചു കൊടുക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഹാംഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും വാട്സപ്പ് അതിനെതിരെ ആക്ഷൻ ഉണ്ടാകും. അതായത് ഇങ്ങനെയുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ അവരുടെ സസ്പെൻഷൻ, വാട്സപ്പ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ബാൻ ചെയ്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്, നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ടല്ലേ വാട്സപ്പിൽ. നമ്മൾ ഭൂരിഭാഗം ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഫോർവേഡ് ബിസിനസ്സിലാണെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ആണ്. അതായത് ഇപ്പോൾ ഓരോ ദിവസത്തിലും വരുന്ന ബാച്ചിനെ കൂടുതലായിട്ട് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. ഈ ബ്രോഡ്കാസ്റ്റ് പ്രോപ്പറായിട്ടല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് സസ്പെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് ഈ ബ്രോഡ്കാസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത്. നമുക്കറിയാം ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് ഡെലിവേർഡ് ആകുന്നത് നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അവരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഡെലിവേർഡ് ആവുള്ളൂ, അല്ലേ? പക്ഷേ പല ആൾക്കാരും ഇത് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പ്രോസ്പെക്ട്സ് ഈ പറഞ്ഞ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അത് വാട്സപ്പിൻ്റെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ബാൻ അല്ലെങ്കിൽ സസ്പെൻഡ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് അൺസേവ്ഡ് ആയിട്ടുള്ള നമ്പറിലേക്ക് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും ഒരു സ്പാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ സസ്പെൻഷൻ അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വാട്സപ്പ് ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവിടെ ചിലപ്പോൾ ബാൻ കിട്ടാം അല്ലെങ്കിൽ സസ്പെൻഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കാരണം എന്താണ്, അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് ഒരുപാട് ലീഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് കൊടുക്കാനൊക്കെ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ് വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ്
എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചിട്ട് അത് എപ്പോഴും എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അതെപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവർക്ക് അയച്ചു കൊടുക്കുക. അല്ലാതെ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് ഓട്ടോമേറ്റഡ് ആൻറ്റി സ്പാം മെസ്സേജ് ആയിട്ട് പരിഗണിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവർ ആക്ഷൻ എടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഫുള്ളി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും നമ്മൾ അയക്കുന്നില്ല, വോയിസുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സെയിം കണ്ടൻറ്റുകൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ സെയിം ലിങ്കുകൾ തന്നെ ഫോളോ അപ്പിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തു ഇങ്ങനെ പോകുന്നു. അല്ലാതെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള മെസ്സേജസ് കുറവാണ്, നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറവാണ്. അങ്ങനെ വരുമ്പോഴും ഈ പറഞ്ഞ ആക്ഷൻ നമുക്കെതിരെ, നമ്മുടെ അക്കൗണ്ടിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അക്കൗണ്ട് ബാൻ ആകാനോ അല്ലെങ്കിൽ സസ്പെൻഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു റീസൺ അല്ലെങ്കിൽ അടുത്തൊരു കാരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് നമ്മളിപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിലാണെങ്കിലും നമ്മളിപ്പോൾ കൂടുതൽ കോൾഡ് മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് പോകുന്ന ഒരു ബിസിനസ് മോഡലാണല്ലോ. അപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ വരുന്ന ലീഡ്സ് ആണെങ്കിൽ പോലും അവർ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നു. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഫോളോ അപ്പിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നമ്മുടെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് നമ്മുടെ പ്രൊഫൈലിൽ കയറിയാൽ പോലും അവിടെ സ്പാം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. പല ആൾക്കാരും നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ സ്പാം റിപ്പോർട്ട് അടിക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായിട്ട് ഈ സ്പാം റിപ്പോർട്ട് വരുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ബാൻ ആക്കി കളയും. സസ്പെൻഡ് അല്ല, ബാൻ ആക്കി കളയും. അത് ആ അക്കൗണ്ട് പിന്നീട് തിരിച്ച് കിട്ടാനായിട്ട് ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഒരു 6 months വരെ അവർ സസ്പെൻഡ് ചെയ്ത് വെച്ച് കളയും. മനസ്സിലായില്ലേ? ഇത് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. പലർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ്. അതായത് നമുക്ക് വരുന്ന ഓഡിയൻസ് ചിലപ്പോൾ അവർ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതിന് തീരെ പഠിക്കാൻ താല്പര്യമില്ല, ഇത് ഭയങ്കരമായിട്ട് എതിർപ്പുള്ള ആൾക്കാർ അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ, ചിലപ്പോൾ നമ്മൾ പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫോളോ അപ്പ് ആയിട്ട് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഇത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഇറിറ്റേഷനായിട്ട് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ട് പോയിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്യും. ഈ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ സ്പാം റിപ്പോർട്ടും കൂടി അടിച്ചിട്ടായിരിക്കും അവർ ബ്ലോക്ക് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇത് നിരന്തരമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്താവും, നമ്മുടെ വാട്സപ്പ് ബാൻ ആകും. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാട്സപ്പ് നോക്കിയും കണ്ടും കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ സ്പാം റിപ്പോർട്ടൊക്കെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺസുമായിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ നടക്കാതെ വരുമ്പോഴാണ്. ഈ പറഞ്ഞ എല്ലാത്തിനുള്ളൊരു സൊല്യൂഷനാണ് നോർമലി ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഒരു ബോട്ടാകാതിരിക്കുക, അല്ലെങ്കിൽ ഒരു റോബോട്ടായിട്ട് നിൽക്കാതെ എല്ലാവരുമായിട്ട് നമ്മുടേക്ക് വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സുമായിട്ട് മാന്യമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണ്, ഈ പറഞ്ഞ റെക്കോർഡഡ് വോയിസുകൾ അല്ലെങ്കിൽ റെക്കോർഡഡ് ടെക്സ്റ്റുകൾ ഇത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാനോ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അയച്ചു കൊടുക്കാനോ പറ്റുന്നില്ല. നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ഡയറക്റ്റ്ലി കാര്യങ്ങൾ പറയുന്നത്. അത് ഒരു കാരണവശാലും സ്പാമായിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആക്ഷൻ നമുക്കെതിരെ എടുക്കാനുള്ള ഒരു ചാൻസും അവിടെ വരുന്നില്ല. അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകൾ, നമ്മുടെ നമ്പർ അവർ സേവ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ നമ്പർ നമ്മളും സേവ് ചെയ്തിട്ടുണ്ടാവും, നല്ലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്രശ്നം അവിടെ വരത്തില്ല. ഇനിയിപ്പോൾ നല്ലൊരു ഇൻട്രാക്ഷനാണ്, ഇനി ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും അവിടെ നല്ല റിലേഷൻ ബിൽഡിങ് ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു വ്യക്തി എന്തായാലും നമ്മളെ സ്പാം റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ പോകുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ അടുത്തേക്ക് വരുന്ന ഓഡിയൻസ് അല്ലെങ്കിൽ ആ ഒരു ക്ലയൻസ് അല്ലെങ്കിൽ പ്രോസ്പെക്ട്സുമായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. മാന്യമായിട്ട് അവരുമായിട്ട് പെരുമാറുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക, അവരുമായിട്ട് നല്ലൊരു റിലേഷൻ ബിൽഡ് ചെയ്യുക. ഇതാണ് ഒറ്റ വഴി എന്ന് പറയുന്നത്. പിന്നെ ഇത് കംപ്ലീറ്റ്ലി 100% നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിനകത്ത് തന്നെ പല ആൾക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്. ഇത് ഫോർ അവർ ബിസിനസ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇത് മണി ചെയിനാണ് എന്ന് കണക്കാക്കി അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും നമുക്ക് മരുന്നേ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മാക്സിമം നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്രോസ്പെക്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഇതിനപ്പുറത്തേക്കും കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫോർ അവർ ബിസിനസ് ചെയ്യുന്ന അങ്ങനെയുള്ള ബിസിനസ് മോഡൽസിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഈ വാട്സപ്പ് ബാൻ വരാനുള്ള റീസൺ എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് ഈ പറഞ്ഞ പോയിന്റുകളാണ്. നമുക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ടീമിലുള്ളവർക്ക് ഇപ്പോൾ ഒരുപാട് പേർക്ക് ഈ വാട്സപ്പ് ബാൻ വരുന്നുണ്ടെന്നറിയാം. സോ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ വിഷ് യു ഓൾ സക്സസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ്സ് മീ സെയ്ദ്.